നടൻ ഉണ്ണി മുകുന്ദനെതിരായ പോലീസ് പരാതി, പോലീസ് കേസും സിനിമാ മേഖലയിലടക്കം വലിയ രീതിയിൽ ചർച്ചയായതാണ്. എന്താണ് ആ പരാതിക്ക് അടിസ്ഥാനം? അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ? ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. മുൻ മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ ഗൂഢാലോചന ആരോപിച്ച നടൻ ഉണ്ണി മുകുന്ദൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. DGPക്കും ക്രമസമാധാന ചുമതലയുള്ള ADGPക്കുമാണ് നടൻ പരാതി നൽകിയത്. ഉണ്ണി മുകുന്ദന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം ജില്ലാ കോടതി ഈ വരുന്ന ശനിയാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് പരാതി. അതേസമയം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് മാനേജർ വിപിൻ കുമാർ പ്രതികരിച്ചു. ഗൂഢാലോചന എന്ന ഉണ്ണിയുടെ വാദം അടിസ്ഥാനരഹിതമെന്നാണ് വിപിൻ കുമാറിന്റെ ആരോപണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ ഒരു പരാതി, മാനേജറുടെ പരാതിക്ക് പിന്നാലെ ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചത് ഈ മാനേജറുടെ കണ്ണട അടിച്ചു പൊട്ടിച്ചത് നേരാണ്, പക്ഷേ ഇത്തരമൊരു ആക്രമണം ഉണ്ടായിട്ടില്ല. ഈ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇത് ആരുടെ ഗൂഢാലോചന? അതായത് സിനിമാ മേഖലയിലുള്ളവരെ തന്നെയാണോ ഉണ്ണി മുകുന്ദൻ ഉദ്ദേശിക്കുന്നത്? തൻ്റെ കരിയർ തകർക്കാൻ അങ്ങനെ ഈ മാനേജറെ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്നാണോ ഉണ്ണി മുകുന്ദൻ്റെ ഈ ആക്ഷേപം? എന്താണ് പരാതിയിൽ പറയുന്നത്? ടോം, ഈ പരാതിക്കാരനായ വിപിനെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. കണ്ണട എറിഞ്ഞു പൊട്ടിച്ചു എന്നുള്ളത് സത്യമാണെന്നും കൂടി പറയുന്നുണ്ട്. പക്ഷേ പോലീസ് ഈ വാർത്ത നിഷേധിക്കുകയാണ്. പോലീസ് പറയുന്നത് വിപിന്റെ ഫ്ളാറ്റിലെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിൽ ഉണ്ണി മുകുന്ദൻ വിപിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ഇത് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇൻഫോ പാർക്ക് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഉണ്ണി മുകുന്ദൻ പറയുന്നത് തെറ്റാണെന്ന് തന്നെ പോലീസ് ആവർത്തിച്ച് പറയുന്നു. വിപിനും അത് തന്നെ പറയുന്നു. പോലീസ് ഫ്ളാറ്റിലെത്തി CCTV ദൃശ്യം ശേഖരിച്ചു. താനോടൊപ്പം നിന്നാണ് പോലീസ് CCTV കണ്ടത്. താനും CCTVയിൽ കണ്ടു ഈ ദൃശ്യങ്ങൾ. ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു എന്ന് തന്നെയാണ് വിപിനും ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉണ്ണി മുകുന്ദനെ മർദ്ദിച്ചില്ല എന്ന് പറയുന്നതിൽ എന്തടിസ്ഥാനമാണെന്നാണ് ആദ്യത്തെ ചോദ്യം. മറ്റൊന്ന്, തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നു എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. അതിൽ സിനിമാ മേഖലയിൽ സിനിമയിലെ തന്റെ വളർച്ച കണ്ട് അസൂയ തോന്നുന്ന ചിലർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി തന്നെ സിനിമയിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തനിക്ക് വരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി താനൊരു പ്രശ്നക്കാരനാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന തരത്തിലേക്ക് ആണ് വിപിനെ ഉപയോഗിച്ച് ചിലർ നടത്തുന്ന നാടകമാണ്, അല്ലെങ്കിൽ ഗൂഢാലോചനയാണ് ഈ ഒരു പരാതി എന്നാണ് ഇന്ന് DGPക്കും ക്രമസമാധാന ചുമതലയുള്ള ADGPക്കും ഉണ്ണി മുകുന്ദൻ നൽകിയ പരാതിയിൽ പറയുന്നത്. ഒപ്പം സത്യം പുറത്തു വരട്ടെ എന്ന് തന്നെ ഉണ്ണി മുകുന്ദൻ പറയുന്നുണ്ട്. സത്യത്തിൽ വിശ്വസിക്കുന്നു, നിയമത്തിൽ വിശ്വസിക്കുന്നു എന്നുകൂടി ഉണ്ണി മുകുന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇൻഫോ പാർക്ക് പോലീസ് വ്യക്തമാക്കുന്നത് നിലവിൽ ഉണ്ണി മുകുന്ദനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടതില്ല എന്നാണ്. കാരണം ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ്, നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. പകരം കോടതിയിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് കുറ്റപത്രം സമർപ്പിക്കുക എന്ന് തന്നെയാണ് ഇൻഫോ പാർക്ക് പോലീസിന്റെ തീരുമാനം. പക്ഷെ ഉണ്ണി മുകുന്ദന് ഒരു മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട് ജില്ലാ കോടതിയിൽ. കൂടിയാണ് ഇങ്ങനെ ഒരു നീക്കവുമായി ഉണ്ണി മുകുന്ദൻ DGP ആവശ്യം ഉണ്ണി മുകുന്ദൻ ഉന്നയിക്കുന്നുണ്ടോ? നവമി, ഇവിടെ ഈ മുൻ മാനേജർ വിപിൻ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ പോലീസ് കേസെടുത്തിരുന്നു. പക്ഷേ ഇവിടെ പോലീസിന്റെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? ഉണ്ണി മുകുന്ദനും മാനേജറും വ്യക്തമാക്കിയ കാര്യമുണ്ട്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാകും. അതോടൊപ്പം അവിടെ ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു. അയാളുടെ ഈ ഉണ്ണി മുകുന്ദന്റെ സുഹൃത്തായിട്ടുള്ള ഒരു സംവിധായകൻ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയാണ്. പോലീസ് ഈ ദൃക്സാക്ഷിയെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഉണ്ണി മുകുന്ദനെ ചോദ്യം ചെയ്തിട്ടില്ല. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഉണ്ണി മുകുന്ദനെതിരെ പോലീസ് കേസെടുത്തത്? പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്നലെ നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അത് നമ്മൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവിടെ എത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിൽ വിപിനെ ഉണ്ണി മുകുന്ദൻ മർദ്ദിക്കുന്നതും ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ആ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ട്. അത് കോടതിയിൽ കൃത്യമായി സമർപ്പിക്കുകയും ചെയ്യും. ഈ വിപിൻ പറയുന്നത് പോലെ തന്നെ ഈ കണ്ണട എറിഞ്ഞു പൊട്ടിക്കുന്നതും ഈ CCTV ദൃശ്യങ്ങളിൽ കാണാം എന്നുകൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ഉണ്ണി മുകുന്ദനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നില്ല എന്നതിനർത്ഥം ഈ കേസിൽ ഒരു അന്വേഷണം ഇഴയുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം
അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് നിസ്സാര വകുപ്പുകളാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. കാരണം വലിയ രീതിയിൽ, അതായത് വിപിൻ പറയുന്ന വലിയ രീതിയിലുള്ളൊരു മർദ്ദനം ഉണ്ണിമുകുന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മർദ്ദിച്ചതിന് കേസ് എടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള തെളിവുകളും ശേഖരിച്ചതിന് ശേഷം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിനിടയിലാണ് ഉണ്ണിമുകുന്ദൻ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. വിപിനും ഇത് ആവർത്തിക്കുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൽ തനിക്ക് സംതൃപ്തിയുണ്ട്. പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. ഇവിടെ എത്തി CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു. തന്റെ വിശദമായ മൊഴിയെടുത്തു. തന്റെ സഹപ്രവർത്തകർ, ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നവരുടെ ഒക്കെ മൊഴി പോലീസ് പൂർണ്ണമായും രേഖപ്പെടുത്തി. അതിനുശേഷമാണ് ഒരു റിപ്പോർട്ട്, കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുക. അതിൽ വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് വിപിൻ ആവർത്തിച്ചു പറയുന്നത്. അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ DGPയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ ഒരു ഗൂഢാലോചന, സിനിമാ മേഖലയിലുള്ള ചിലർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന് പറയുന്നു. ഒപ്പം ഒരു നടിയെ, ഉണ്ണിമുകുന്ദനെ വിവാഹം കഴിക്കണമെന്ന ഒരു അഭ്യർത്ഥന വിപിൻ ഒരു നടിയോട് പറഞ്ഞു എന്നാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത്. പക്ഷെ വിപിൻ ഇതിനെ പൂർണ്ണമായും നിഷേധിച്ചു. അങ്ങനെ വിപിന്റെ അറിവില്ലാതെ താൻ ഒരു നടിയോടും അത്തരത്തിലൊരു വിവാഹ അഭ്യർത്ഥന നടത്തിയിട്ടില്ല എന്നാണ് വിപിൻ പറയുന്നത്. ഈ ഉണ്ണിമുകുന്ദൻ നടത്തുന്ന ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും തള്ളുന്നുണ്ട്. കാരണം പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ണിമുകുന്ദനും മുൻ മാനേജറും ഉന്നയിക്കുന്നുണ്ട്. ഈ മുൻ മാനേജർ വിപിന്റെ സ്വഭാവ ദൂഷ്യം ത്തെക്കുറിച്ച് ഉണ്ണിമുകുന്ദൻ ചൂണ്ടിക്കാണിക്കുന്നു. തിരിച്ച് ഉണ്ണിമുകുന്ദന് ഫ്രസ്ട്രേഷനാണ്. പുതിയ സിനിമകളൊന്നും എല്ലാം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം, പുതിയ സിനിമകൾ ലഭിക്കുന്നില്ല. അങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങൾ മുൻ മാനേജറും ഉന്നയിക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഉണ്ണിമുകുന്ദൻ ഉന്നയിക്കുന്നത് പോലെ, ആരോപണം ഉന്നയിക്കുന്നത് പോലെ അത്തരമൊരു ഗൂഢാലോചന ഈ ആരോപണങ്ങൾക്കൊക്കെ പിന്നിലുണ്ടോ? ടോം, അത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഇവർ തമ്മിലുള്ള ഈ ഒരു തർക്കം തികച്ചും വ്യക്തിപരമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു അസ്വാരസ്യം, അത് പ്രത്യക്ഷത്തിൽ ഇവരൊരു മർദ്ദനത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് പോലീസിലെ പരാതിയുമായി വിപിൻ എത്തുന്നത് പോലും. അപ്പോഴും വിപിൻ പറയുന്നത് ഞങ്ങൾക്കിടയിലുള്ള തർക്കം അത് കുറെ നാളുകളായി നിലനിൽക്കുന്നുണ്ട്. മാനേജർ സ്ഥാനത്ത് നിന്നും ഇനി വരണ്ട, അല്ലെങ്കിൽ ആ സ്ഥാനം രാജിവെച്ചോളൂ എന്ന് പറയുമ്പോൾ പോലും വിപിനെ സംബന്ധിച്ച് അത് സ്വാഗതാർഹമാണ് വിപിന്. കാരണം ഉണ്ണിമുകുന്ദൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ മാർക്കോ സിനിമയുടെ വിജയത്തിന് ശേഷം പിന്നീടുള്ള ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമ വേണ്ട വിധത്തിൽ വിജയം കൈവരിച്ചിരുന്നില്ല. ഗോകുലം ഗ്രൂപ്പുമായി ചേർന്ന് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാനായി ഉണ്ണിമുകുന്ദൻ അത് അനൗൺസ് ചെയ്തിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ഗോകുലം മൂവീസ് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇതിനെല്ലാം കാരണമായിട്ടുള്ള ഉണ്ണിമുകുന്ദന്റെ സ്വഭാവം അത് തനിക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷെ അത് സുഹൃത്ത് എന്ന നിലയിൽ ഉണ്ണിമുകുന്ദന്റെ ഓരോ വളർച്ചയിലും വീഴ്ചയിലും താൻ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഈ മർദ്ദനമാണ് തനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെയുള്ളൊരു ആക്രമണമാണ് തനിക്ക് അംഗീകരിക്കാൻ കഴിയാഞ്ഞത്. ഇനി ഇത്തരത്തിൽ ആരോടും കയ്യേറ്റം ചെയ്യുന്ന രീതി ഉണ്ണിമുകുന്ദൻ എടുക്കരുത്. ഉണ്ണിമുകുന്ദനോടൊപ്പം നിൽക്കുന്ന താൻ അടക്കമുള്ള മറ്റു ചിലർക്കും ഇത്തരത്തിൽ മോശം അനുഭവം ഉണ്ടായി. അതായത് ഉണ്ണിമുകുന്ദന്റെ ഫ്രസ്ട്രേഷൻ അത് അസഭ്യ ഭാഷയിലൂടെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശമായി സംസാരിച്ചുമൊക്കെയാണ് ഉണ്ണിമുകുന്ദൻ തീർക്കുന്നത്. അതിനി അനുവദിക്കാൻ കഴിയില്ല. കയ്യേറ്റം ചെയ്തത്, തന്നെ മർദ്ദിച്ചതാണ് തനിക്ക് പരാതിയിലേക്ക് വരെ പോകാനുള്ള കാരണമെന്നാണ് വിപിൻ പറയുന്നത്. എന്തായാലും സിനിമാ സംഘടനകൾക്കടക്കം പരാതി നൽകിയിരുന്നു. സിനിമാ സംഘടനകൾ 2-ാം തീയതി അമ്മ ഓഫീസിൽ വെച്ച് ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ഇരുവരെയും അവിടെ ഹാജരാകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇരുവരെയും അവരുടെ വിശദമായി അവർക്ക് എന്താണോ പറയാനുള്ളത് അത് കേട്ട് ഈ പ്രശ്നം ഒത്തുതീർക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് അവരുടെയും തീരുമാനം. പക്ഷെ പോലീസ് അന്വേഷണം അത് മറ്റൊരു രീതിയിൽ തന്നെ പോകട്ടെ. സിനിമാ സംഘടനയിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാമെങ്കിൽ അത് ഇവർ തമ്മിലുള്ള ചില വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതുപോലെ സിനിമാ സംഘടനയിലുള്ളവർ തന്നെ ചർച്ച ചെയ്ത് ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്താറുണ്ട്. ഇവിടെയും അങ്ങനെ ഒരു ഒത്തുതീർപ്പിനുള്ള, ഈ കേസിൽ ഒത്തുതീർപ്പിനുള്ള സാധ്യതയുണ്ടോ? അതിന് ഉണ്ണിമുകുന്ദൻ വഴങ്ങുമോ, അല്ലെങ്കിൽ ഈ മാനേജർ വഴങ്ങുമോ? ഇനി എന്തായിരിക്കും ഈ കേസുമായി, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇനി സംഭവിക്കാൻ പോവുക?
വിപിൻ താരസംഘടനയായ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 2-ാം തീയതി ഇരുവരോടും അമ്മയുടെ കലൂരത്തെ ഓഫീസിലെത്തി ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇരുവരും എത്തുമെന്നാണ് നമുക്കിപ്പോഴും വിവരം ലഭിക്കുന്നത്. ഇരുവരും ഹാജരായി അവർക്ക് പറയാനുള്ളത് അത് പറഞ്ഞ് അത് ആ രീതിയിൽ സംഘടന മുഖേന ഇതൊരു മൂന്നാമതൊരാൾ കൂടി ഇടപെട്ടുകൊണ്ട് സംസാരിച്ച് തീരുന്നെങ്കിൽ അത് തീരട്ടെ എന്നാണ് സംഘടനകളുടെ തീരുമാനം. പക്ഷേ പോലീസ് അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലേക്കൊന്നും അവർ ഇടപെടില്ല എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. വിപിൻ പറയുന്നത് തന്റെ പരാതി അത് പിൻവലിക്കാൻ തയ്യാറല്ല, പരാതി ആ രീതിയിൽ പോലീസ് അന്വേഷണം ആ രീതിയുമായി മുന്നോട്ട് പോകട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് വിപിനും ഉറച്ചു നിൽക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചു, ഫ്ളാറ്റിലെ CCTV അടക്കം ശേഖരിച്ചു. ഇനി കോടതിയിൽ കുറ്റപത്രം എത്രയും വേഗം സമർപ്പിക്കുമെന്നാണ് ഇൻഫോ പാർക്ക് പോലീസ് വ്യക്തമാക്കുന്നത്. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നടൻ ഉണ്ണി മുകുന്ദനെതിരായിട്ടുള്ള പരാതി അത് സിനിമാ മേഖലയിലടക്കം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സിനിമാ സംഘടനകൾ യോഗം വിളിച്ചിട്ടുണ്ട്. അതിനിടെയാണ് ഉണ്ണി മുകുന്ദൻ തനിക്കെതിരായിട്ടുള്ള ഈ പരാതിയിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. സ്പോട്ട് ലൈവ്